രാഷ്ട്രീയമാകെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കൊല്ലം സംസ്ഥാന സമ്മേളനം കണ്ട് ഇടതുപക്ഷ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. പാർട്ടിയുടെ ബഹുജന പിന്തുണയും കരുത്തും വിളിച്ചോതുന്ന ഉജ്ജ്വല റാലിയോടെ CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. കൊല്ലം നഗരത്തെ ത്രസിപ്പിച്ച് 1.25 ലക്ഷം പേരുടെ ചുവപ്പ് സേന മാർച്ചും ബഹുജന റാലിയും ആശ്രാമ മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിലേക്ക് എത്തും. പാർട്ടി അംഗങ്ങളും അനുഭാവികളും നേതാക്കളും ബഹുജന സംഘടനകളും തോളോടു തോൾ ചേർന്നപ്പോൾ CPM സംസ്ഥാന സമ്മേളനം സൃഷ്ടിച്ചത് കൂട്ടായ്മയുടെ വീരേതിഹാസമായിരുന്നു. ഇതിനെ അങ്ങനെ തന്നെ ചരിത്രം വാഴ്ത്തും. സമ്മേളനത്തോടെ രാജ്യത്ത് എങ്ങനെയൊക്കെയാണ് ഇടതുപക്ഷം ബദലാകുന്നതെന്ന് ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാനായി. ഇടതുപക്ഷത്തിന് എന്താണ് പ്രസക്തി എന്ന് ജനസമക്ഷം അവതരിപ്പിക്കാനും സമ്മേളനം ഉപകാരപ്പെട്ടു. ഇനിയും ഒരു ഭരണ തുടർച്ച എന്ന ഉറപ്പ് സമ്മേളനം കഴിയുന്നതോടെ ജനങ്ങളിൽ ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന് തുടർച്ച ഉണ്ടായതിനാൽ ലഭിച്ച അധിക സമയം കൊണ്ട് തുടങ്ങിവെച്ചതും വാഗ്ദാനം ചെയ്തതുമായ വാഗ്ദാനങ്ങൾ ഒന്നുപോലും കുറയാതെ നിറവേറ്റാനായി. അത് പിണറായി സർക്കാരിന് ജനങ്ങളിൽ ഉണ്ടാക്കിയ വിശ്വാസം ചെറുതല്ല. ഇനിയും ഭരണ തുടർച്ചയുണ്ടായാൽ പറഞ്ഞ വാക്കു പാലിക്കുമെന്നും ജനങ്ങൾക്ക് അതിലൂടെ കൂടുതൽ ആഴത്തിൽ ബോധ്യമായി. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സമീപനം സംസ്ഥാന സമ്മേളന വേദിയിൽ ചർച്ചയായിരുന്നു. അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്താനും ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. BJP സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പാണ്. എങ്കിലും കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് നടത്താനിടയുള്ള നാടകങ്ങൾ ഇതോടെ ജനങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. കോൺഗ്രസിന്റെ പിടിപ്പുകേടും ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്ന് സംശയമില്ല. സമ്മേളനം വഴി രാഷ്ട്രീയമായ വിവേചനം, സാമ്പത്തികമായ ഉപരോധം എന്നിവ തുറന്നുകാട്ടിയതിലൂടെ കേരളത്തിന്റെ പ്രതിരോധം ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ കഴിയും. പ്രവർത്തകരെല്ലാം തന്നെ സമ്മേളന നഗരിയിലും പ്രവർത്തനങ്ങളിലും സജീവമായി. അത് തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി പ്രവർത്തകരിൽ ഊർജം നിറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയും ഇത് അനുകൂലമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം എല്ലാവരും ചർച്ച ചെയ്യുകയും കേരളത്തിൽ മുഴുവൻ ഇടതുപക്ഷ ചിന്താഗതി കൂടുതൽ കരുത്തുള്ളതാക്കാനും സമ്മേളനം വഴി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ഇത് സർക്കാരിനെയും മുന്നണിയെയും പാർട്ടിയെയും ശരിയായ വിധത്തിൽ വിലയിരുത്താൻ ജനങ്ങളെ സഹായിക്കുകയും തെരഞ്ഞെടുപ്പുകളിൽ ശരിയായ തീരുമാനം കൈക്കൊള്ളാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്ന് സംശയമില്ലാതെ പറയാം. ഇന്ന് വൈകിട്ട് 4-ന് പൊതുസമ്മേളനം ആരംഭിക്കും. PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസാരിക്കും. 3 ദശാബ്ദത്തിനു ശേഷം കൊല്ലം ആതിഥ്യമരുളിയ സമ്മേളനത്തിന്റെ മികവെല്ലാം പ്രകടനമാക്കി 2 ലക്ഷത്തോളം ബഹുജനങ്ങൾ സമാപന റാലിയുടെ ഭാഗമാകും. QAC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ചുവപ്പുസേന മാർച്ച് ആരംഭിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ കൊല്ലത്തേക്ക് ഒഴുകുകയാണ്. ശനിയാഴ്ച 6 വനിതകൾ ഉൾപ്പെടെ 27 പേർ വികസന രേഖയെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറഞ്ഞു. ഞായറാഴ്ച രാവിലെ പ്രതിനിധി സമ്മേളനത്തിൽ നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ വികസന രേഖയുടെ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും. പുതിയ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കും. ഇനി കേരളം കാത്തിരിക്കുന്നത് വീണ്ടും ജനങ്ങൾ തിരഞ്ഞെടുപ്പ് ബൂത്തുകളിലേക്ക് പോകുന്ന നിമിഷത്തിന് വേണ്ടിയാണ്. ഭരണ തുടർച്ച ഉണ്ടാകുന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പുതിയ ചരിത്രം എഴുതുമെന്ന് തീർച്ചയാണ്.